ഹലോ, അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ കാത്തിരുന്ന ഗ്രാജുവേഷൻ ഡേ എത്തി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കണ്ടാലോ? അതിരാവിലെ തന്നെ ഹോളിലെത്തേണ്ട കാരണം ഞങ്ങൾ റെഡിയാവുന്നതോ വരുന്നതോ ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഹോളിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം മാത്രമാണ്. യൂണിവേഴ്സിറ്റി വലുതായതുകൊണ്ട് തന്നെ പഠിക്കുന്ന പിള്ളേരും കൂടുതലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് 3ാമത്തെ സ്ലോട്ടാണ് തോന്നുന്നത് കിട്ടിയത്. റിച്ചും ഫ്രണ്ട്സും ഗ്രാജുവേഷൻ ഗൗണും ഹാറ്റൊക്കെ വെച്ച് സ്റ്റുഡൻസിൻ്റെ സീറ്റ്സിലിരിക്കുന്നുണ്ട്. ഗസ്റ്റുകൾക്ക് സ്റ്റുഡൻസിൻ്റെ ബാക്കിലും ഗാലറിയിലൊക്കെ ആയിട്ടാണ് സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇരുന്ന് പ്രോഗ്രാം കാണാം. അങ്ങനെ ഒഫീഷ്യൽസിൻ്റെ എൻട്രി കഴിഞ്ഞു. അത് കഴിഞ്ഞ് സ്റ്റുഡൻസ് എല്ലാവരും ഗ്രാജുവേഷൻ സെറമണിക്ക് വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് എത്തി തുടങ്ങി. ഞങ്ങളുടെ ഒരു ഡ്രീമായിരുന്നു ലണ്ടനിലൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റേഴ്സ് എടുക്കുക എന്നുള്ളത്. ആ ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റാണിത്. അറ്റ് ലാസ്റ്റ് റിച്ചു എത്തി ഗൈസ്. എനിക്ക് സത്യം പറഞ്ഞാൽ അതൊരു പ്രൗഡ് മൊമെൻ്റ് തന്നെയായിരുന്നു. ഞാൻ നല്ല ഹാപ്പിയായി. അങ്ങനെ നമ്മുടെ സ്ലോട്ടിലെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. ഒഫീഷ്യൽസൊക്കെ പോയി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ബാൽക്കണിയിൽ വന്നിരിക്കുകയാണ്. ഗ്രാജുവേഷൻ ഡേ ആകുമ്പോൾ അതിനൊരു മാൻഡേറ്ററി റീലും ഫോട്ടോസും നിർബന്ധമല്ലേ? അതെടുക്കാൻ വേണ്ടിയിട്ടുള്ള സാഹസങ്ങളാണ് ഇനി കാണുന്നത്. വീഡിയോക്ക് വേണ്ടി ക്യാപ്പ് എടുത്തെറിയല്, ക്യാപ്പ് നിലത്ത് വീഴാതിരിക്കാൻ വേണ്ടി അവർ ക്യാച്ച് പിടിക്കല്. അങ്ങനെ ടൈം പോയത് അറിഞ്ഞില്ല. നല്ല രസമായിരുന്നു ഗൈസ്. നേരെ നടന്നിട്ട് നിങ്ങൾ 2 സ്റ്റെപ്പ് വെച്ചിട്ട് എറിഞ്ഞോ. എടാ നിങ്ങൾ രണ്ടുപേരും റൈറ്റിലേക്ക് എറിഞ്ഞോ. നിങ്ങൾ രണ്ടുപേരും സുർജു രേഷ്മയും ലെഫ്റ്റിലേക്ക് എറിയേ. തൊപ്പി നിങ്ങൾ രണ്ടുപേരും റൈറ്റിലേക്ക് എറിയേ. നിങ്ങൾ രണ്ടുപേരും റൈറ്റിലോട്ട് ക്യാമറയിലോട്ട് നോക്കി വന്നാൽ തൊപ്പിയിലേക്ക് നോക്കരുത്. എടാ പറഞ്ഞ മനസ്സിലായ? രേഷ്മയും സുർജും റൈറ്റ്, നിങ്ങൾ രണ്ടുപേരും ലെഫ്റ്റിലോട്ട് എറിയണം. ഓക്കെ, നിങ്ങൾ 1 2 3 സ്റ്റാർട്ട്. ഗ്രാജുവേഷൻ ഡേയുടെ അന്ന് വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി കൂടിയായിരുന്നു. സോ ഞങ്ങളെല്ലാവരും കൂടി കേക്ക് കെട്ടിയാണ് ഗൈസ്.
നൈറ്റ് ടൈം ആയപ്പോഴാണ് കൂടുതൽ അട്രാക്റ്റീവ് ആയത്. കാരണം ലൈറ്റ്സും ലണ്ടനയും എല്ലാം കൂടി വന്നപ്പോൾ ഫ്രെയിമൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ദ വ്യൂ വാസ് റിയലി സൂപ്പർ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ വന്നത് റെസ്റ്റോറൻറ്റിലേക്കാണ്. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങളുടെ 2 ഫ്രണ്ട്സ് എത്തിയിട്ടില്ലായിരുന്നു. സോ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ് ഗൈസ്. വെഡിങ് ആനിവേഴ്സറി അല്ലേ, സോ ഇവിടെ വെച്ചൊരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഇവർക്കൊരു സർപ്രൈസ് ആയിരുന്നു. ഈ കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു ഫ്രണ്ട്സ് ഡിലേ ആയത്. സോ ഞങ്ങൾ അടുത്ത പ്രോഗ്രാമായ ഫുഡിങ്ങിലേക്ക് കടന്നു. ഈ റെസ്റ്റോറൻറ്റ് ശരിക്കും ഡിഫറെൻ്റ് ആണ്. കാരണം ഇത് ബൊഫേ സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് വേണ്ട ഫുഡ് നമുക്ക് തന്നെ സെൽഫ് സെർവ് ചെയ്ത് കഴിക്കാം. അതും അൺലിമിറ്റഡ് ആണ്. നമ്മൾ പ്രീ ബുക്ക് ചെയ്യണം ഈ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമുക്ക് എൻട്രി കിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ. Okay, bye. See you.